നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചു. അതുപോലെ തന്നെ DNS എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമൈൻ നെയിം സിസ്റ്റം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ള അതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തത് ഈ ഡയലപ്പ് കണക്ഷൻ വെച്ചിട്ട്, അതായത് ഒരു മോഡം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരിക്കൽ ഒരു മോഡം ഉപയോഗിക്കും, കമ്പ്യൂട്ടറിനകത്ത് ഒരു ആഡ് ഓൺ കാർഡായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ സൗണ്ട് കാർഡൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ഒരു മോഡം കാർഡ് ഉണ്ടാവും. ആ കാർഡ് അതിനകത്ത് രണ്ട് ടെലിഫോൺ പോർട്ടുകൾ ഉണ്ടാവും. ആ പോർട്ടിലോട്ട് നമ്മൾ ടെലിഫോൺ കേബിൾ കണക്ട് ചെയ്യും. അതിനുശേഷം ഈ മോഡം ഡിവൈസ് നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള കമ്പനിയിലോട്ട് ഡയൽ ചെയ്യും. നമ്മൾ ടെലിഫോണിൽ ഡയൽ ചെയ്യുന്ന പോലെ തന്നെ ഡയൽ ചെയ്യും. ഓക്കെ, അതിനകത്ത് ശരിക്കും ഒരു സ്പീക്കർ, ബിൽറ്റ് ഇൻ സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയൽ ടോണും ഒക്കെ കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു മ്യൂസിക്കൊക്കെ അങ്ങനെ കേൾക്കാമായിരുന്നു പണ്ടൊക്കെ. ഓക്കെ, പക്ഷെ ഇപ്പോൾ ആ മെത്തേഡ് ആരും യൂസ് ചെയ്യാറില്ല. എന്താണ്, ISPയിലോട്ട് ഡയൽ ചെയ്തിട്ടുള്ള പരിപാടിയില്ല. ഓക്കെ, ഇപ്പോൾ ഒക്കെ ബ്രോഡ്ബാൻഡ് സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ മോഡം കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടെലിഫോൺ ലൈന് വഴി സർവീസ് പ്രൊവൈഡറിൽ കൊടുക്കുന്നൊരു നമ്പർ ഉണ്ടാവും. ഓക്കെ, സർവീസ് പ്രൊവൈഡറിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യും. കേബിൾ, ടെലിഫോൺ കേബിൾ വഴി ഡയൽ ചെയ്തിട്ട് ആ സർവീസ് പ്രൊവൈഡർ അതിനുള്ള റെസ്പോൺസ് കൊടുക്കും. അതായത് നമ്മൾ ഒരു കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യും. അതിനകത്ത് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ പാസ്വേഡും യൂസർ നെയിമും എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡയലപ്പ് വഴി ഡയൽ ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡറിലേക്ക്. ഓക്കെ, അത് നമ്മൾ കോളിംഗ് കാർഡൊക്കെ, ഗൾഫിലൊക്കെ ആൾക്കാർ കോളിംഗ് കാർഡൊക്കെ യൂസ് ചെയ്യും. അതായത് നമ്മൾ നാട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു യൂസർ നെയിമും പാസ്വേഡൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നൊരു കാർഡുണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാർഡിൻ്റെ സിസ്റ്റം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള ഡയലപ്പ് കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി, ഒന്നുകിൽ ആ വാലിഡിറ്റി ടൈം പീരീഡ് കഴിയുന്നത് വരെ ആ ഡയലപ്പ് കണക്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എത്ര GB ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ അലൗഡ് ആണോ അത് കംപ്ലീറ്റ് ആവുന്നതുവരെ നമുക്ക് നമ്മുടെ നെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രൊസീജിയറാണ് ഡയലപ്പ് കണക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഡയലപ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ISP അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്ന് നോക്കും. അത് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി നമ്മുടെ ടെലിഫോൺ കേബിൾ വഴി തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നത്, അതായത് കോള് ഹാങ് അപ്പ് ചെയ്യുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഫോൺ കട്ടാക്കുന്നവരെ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് നമ്മൾ ഡയൽ ചെയ്തിട്ട് ആ കോള്, അതായത് ആ നെറ്റ് കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നത് വരെ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നെറ്റ് യൂസ് ചെയ്യാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റഡ് ആണ്. അതായത് നമ്മൾ ഡയലപ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, കുറേ നേരത്തേക്ക് നെറ്റ് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് ഡിസ്കണക്റ്റ് ആവും. ഇനാക്ടിവിറ്റി, ലോങ് ടേം ഇനാക്ടിവിറ്റി ആണെങ്കിൽ അത് നെറ്റ് ഡിസ്കണക്റ്റ് ആവും. പിന്നെ അതിനുശേഷം വരുന്ന കണക്ഷൻസ് ആണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഡയലപ്പ് കണക്ഷനെ അപേക്ഷിച്ച് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നല്ല ഫാസ്റ്റ് ആയിരിക്കും. അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫൈബർ കേബിൾ പോലെ, ഫൈബർ ഓപ്റ്റിക് കേബിള്, അതുപോലെ തന്നെ കോയാക്സിൽ കേബിള്, ട്വിസ്റ്റഡ് പെയർ കേബിള്, അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ 1, 2, 3 അല്ല ഒരുപാട് കണക്ഷൻസ് ഒരേ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്താലും അതിനകത്തുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് സാധാരണ ഡയലപ്പിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഡയലപ്പ് കണക്ഷനകത്ത് നമുക്ക് 56 kbp
സെക്കൻഡ്, അതായത് 56 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ് ഡയലപ്പ് കണക്ഷൻ്റെ മാക്സിമം സ്പീഡ്. ഇതിന് ഓരോ കമ്പനിക്ക് അനുസരിച്ച് അതായത് ഡയലപ്പ് കണക്ഷനേക്കാൾ കൂടുതൽ വരും. ഇപ്പോൾ MBPS ആണ് വരുന്നത്, KBPS അല്ല, മെഗാ ബൈറ്റ്സ് പെർ സെക്കൻഡിലാണ് ഇത് ഓരോ കമ്പനിയുടെയും വരുന്നത്. അത് ഓരോ കമ്പനിയുടെ അതായത് ISPക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും ഒക്കെ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും, അതായത് ഈ ഡയലപ്പ് കണക്ഷനെ അപേക്ഷിച്ച് ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ ISDN ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, അതാണ് ISDN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നോർമൽ ഡയലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഇതിനകത്ത് വോയിസും ഡാറ്റയും ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നോർമൽ ഡയലപ്പ് കണക്ഷനകത്ത് നമ്മൾ വോയിസും ഡാറ്റയും യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, രണ്ടും കൂടി ഒരുമിച്ച് പോസിബിൾ അല്ല. ഒന്നുകിൽ വോയിസ് കട്ടാവും നെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോള് വരികയാണെങ്കിൽ നെറ്റ് ഡിസ്കണക്റ്റ് ആവും. അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ISDN-നകത്ത് നെറ്റും അതേപോലെ തന്നെ വോയിസും ഡാറ്റയും ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പീഡ് വരുന്നത് ഈ ഡയലപ്പ് കണക്ഷൻ്റെ ഡബിളാണ്. ഡയലപ്പ് കണക്ഷനകത്ത് നമ്മൾ പറഞ്ഞു 56 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. പക്ഷേ ISDN എന്ന സർവീസിനകത്ത് 128 kbps ആണ് ഡാറ്റ ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ അതിനെന്താണ്, പ്രത്യേക തരത്തിലുള്ള ഒരു മോഡം അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെലിഫോൺ ലൈനിൽ സാധാരണ മോഡത്തിന് പകരം ISDN സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മോഡം യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ടെലിഫോൺ ലൈനും ഫാക്സും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ഒരേ സമയത്ത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ISDN സർവീസ് ആണെങ്കിൽ ഈ 3 സർവീസും ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് DSL. DSL-നകത്ത് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്താണ്, ഈ ഫ്രീക്വൻസി നമ്മൾ വോയിസിന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിക്കും ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ സെയിം ഫ്രീക്വൻസിയിലായിരിക്കില്ല ഡാറ്റയും നമ്മുടെ വോയിസ് സിഗ്നലും പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, വോയിസ് കോള് വരുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റ് ആവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് കോള് വന്നിട്ടുണ്ടെങ്കിൽ ആ കോളിനകത്ത് ഡിസ്റ്റർബൻസ് ഒന്നും കാണുകയില്ല. അപ്പോൾ DSL സ്റ്റാൻഡ് ഫോർ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ യൂസ് existing telephone lines to transmit digital data because the data transfers at a higher frequency than voice calls. You can use internet and talk on the phone same time. അപ്പോൾ രണ്ടും രണ്ട് ഫ്രീക്വൻസിയിലായതുകൊണ്ട് ഈ DSL ലൈനുള്ള ആൾക്കാർക്ക് എന്താണ് ഒരേ സമയത്ത് ഫോണും കോളും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ DSL ലൈന് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫിൽറ്റർ നമ്മൾ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ DSL മോഡത്തിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന ടെലിഫോൺ ലൈന് ഒരു സ്പ്ലിറ്റർ ആയിട്ടുള്ള ഒരു ഡിവൈസ് വെച്ച് കണക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേബിൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ വയറിൻ്റെ എക്സ്റ്റൻഷനൊക്കെ എടുക്കുന്നില്ല, അതേ രീതിയിൽ തന്നെ ആ സ്പ്ലിറ്ററിൻ്റെ ഒരു പോയിന്റിൽ നമ്മൾ ഈ ടെലിഫോൺ ലൈന് കൊടുക്കും. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് 2 കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലൊരു കണക്ഷൻ നമ്മൾ ടെലിഫോൺ ലൈനിലോട്ട് കൊടുക്കും, ഒരു കണക്ഷൻ ഈ മോഡത്തിനകത്തോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ സ്പ്ലിറ്റർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ 2 ടൈപ്പ് DSL ഉണ്ട്. ഒന്ന് സിമെട്രിക് DSL, SDSL, അതായത് SDSL എന്ന് പറയാം. സിമെട്രിക് DSL അതെന്താണ്, അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും, അതായത് അപ്ലോഡ് ചെയ്യുന്ന, അതായത് എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും വേറെ വേറെ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അതിനകത്ത് രണ്ടിനും സെപ്പറേറ്റ് ബാൻഡ് വിഡ്ത്ത് തന്നെ കിട്ടും. അപ്ലോഡ് ചെയ്യാൻ ഒരു ബാൻഡ് വിഡ്ത്ത് സെപ്പറേറ്റ്, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേറെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ രണ്ടും മിക്സ് ആവുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ എന്താണ്, പ്രൊവൈഡിങ് ഈക്വൽ സ്പീഡ്, ഡൗൺലോഡിങ്ങിനും അപ്ലോഡിങ്ങിനും ഈക്വൽ സ്പീഡ് കിട്ടും. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഈക്വൽ ആയിരിക്കും. ഏതാണ്ട് 2 Mbps വരെയാണ് അതിൻ്റെ ഡൗൺലോഡും അപ്ലോഡും വരുന്നത്. SDSL കേട്ടോ, SDSL-നകത്ത് 2 Mbps ആണ് ഡൗൺലോഡ് സ്പീഡും
അപ്ലോഡ് സ്പീഡും വരുന്നത്. രണ്ടും സെയിം ആണ്. അതായത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഫ്രീക്വൻസീസ് ഈവൻലി. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീക്വൻസിയുടെ ഒരു ഫസ്റ്റ് ഹാഫ് അപ്ലോഡിനും സെക്കൻഡ് ഹാഫ് ഡൗൺലോഡിനും അങ്ങനെയുള്ള രീതിയിൽ ഏതായാലും ഈക്വൽ ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും സെയിം ആയിരിക്കും. പിന്നെ അസിമെട്രിക് DSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഡൗൺലോഡിന് മാത്രം കൂടുതൽ ഫ്രീക്വൻസി റേഞ്ച് പ്രൊവൈഡ് ചെയ്യും. കാരണം എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് ഡൗൺലോഡാണ് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനുള്ള യൂസേഴ്സ് കുറവായിരിക്കും. അപ്പോൾ ADSL പ്രൊവൈഡ്സ് വൈഡർ ഫ്രീക്വൻസി റേഞ്ച് ഫോർ ഡൗൺലോഡ് ട്രാൻസ്ഫർ, അതായത് ഡൗൺ സ്ട്രീം ട്രാൻസ്ഫർ, വിച്ച് ഓഫേഴ്സ് സെവറൽ ടൈംസ് ഫാസ്റ്റർ ദാൻ ഡൗൺ സ്ട്രീം സ്പീഡ്. അതായത് നോർമൽ DSL അപേക്ഷിച്ച്, അതായത് സിമെട്രിക്കൽ DSL അപേക്ഷിച്ചിട്ട് വളരെ കൂടുതൽ ഡൗൺലോഡ് സ്പീഡ് ഈ ADSL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏതാണ്ടൊരു കണക്ഷൻ സ്പീഡ് വരുന്നത് ഡൗൺലോഡ് സ്പീഡ് 20 MB/s അപ്ലോഡ് സ്പീഡ് 1.5 MB/s ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ SDSL പറഞ്ഞത് 2 MB/s ആയിരുന്നു അപ്ലോഡിനും ഡൗൺലോഡിനും വന്നിരുന്നത്. പക്ഷേ ADSL ഡൗൺലോഡ് സ്പീഡ് 20 MB/s വരും, അപ്ലോഡ് സ്പീഡ് 1.5 MB/s വരും. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡൗൺലോഡ് ആയതുകൊണ്ട് ആ ഡൗൺലോഡ് സൈഡിൽ കൂടുതൽ ബാൻഡ് വിഡ്ത്ത്, അതായത് കൂടുതൽ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺലോഡിങ് ഫാസ്റ്റ് ആയിരിക്കും ADSL കസ്റ്റമേഴ്സിന്. പിന്നെ കേബിൾ മോഡം സർവീസ്. കേബിൾ മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ കേബിൾ അല്ല, നെറ്റ്വർക്ക് കേബിൾ, അതായത് TV ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്താണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. TV ചാനലിനകത്തുള്ള കോയാക്സിയൽ കേബിളാണ് ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെനി കേബിൾ ടെലിവിഷൻ കമ്പനീസ് യൂസ് സം പെർസെൻറ്റേജ് ഓഫ് ദെയർ നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ആക്സസ് using their television connections. This connection use special cable modem called cable modem service. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക്, അതായത് കേബിൾ TV യൂസ് ചെയ്തിട്ടുള്ള കേബിൾ മോഡം സർവീസിനകത്ത് എന്താണ് പ്രത്യേക മോഡം യൂസ് ചെയ്യുന്നത്. ആ മോഡത്തിൻ്റെ പേര് തന്നെ എന്താണ്, കേബിൾ മോഡം സർവീസ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇത് സാധാരണ കോയാക്സിയൽ കേബിൾ, അതായത് ടെലിവിഷൻ്റെ ചാനലൊക്കെ വരുന്നത് നമുക്ക് ഈ കോയാക്സിയൽ കേബിളിൽ കൂടെ തന്നെയാണ് അല്ലേ. ഒരു സെൻട്രലിലൊരു കേബിള്, പിന്നെ അതിന് പുറത്ത് ഷീൽഡ്, അങ്ങനെയുള്ള കേബിളിനകത്താണ് നമുക്ക് ടെലിവിഷൻ ചാനലൊക്കെ വരുന്നത്. അപ്പോൾ ആ കേബിൾ വഴിയാണ് ഈ ഇൻ്റർനെറ്റ്, അതായത് കേബിൾ മോഡം സർവീസിൻ്റെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണ്, കോയാക്സിയൽ കേബിളിന് മറ്റുള്ള കേബിളിനെ അപേക്ഷിച്ച് ഡാറ്റ ലോസൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, വിച്ച് ക്യാൻ ബി ട്രാൻസ്മിറ്റ് ഡാറ്റ ആസ് മച്ച് ആസ് 100 times ഫാസ്റ്റർ ദാൻ കോമൺ ടെലിഫോൺ ലൈൻസ്. സാധാരണ ടെലിഫോൺ ലൈനിനെ അപേക്ഷിച്ച് 100 ഇരട്ടിയോളം ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ കേബിൾ മോഡം, അതായത് സാറ്റലൈറ്റ് കേബിൾ മോഡം വഴി പോസിബിളാണ്. ദ യൂസർ ക്യാൻ ആക്സസ് ഇൻ്റർനെറ്റ് ആൻഡ് വാച്ച് ടെലിവിഷൻ കൺകറൻ്റ്ലി വിത്ത് 2 നോൺ ഇൻ്റർഫറിങ് ഡാറ്റ സ്ട്രീംസ്. അതായത് നമ്മുടെ ടെലിവിഷനിൽ കോൾ ചെയ്യുമ്പോൾ ഡാറ്റ, അതായത് വോയിസ് കട്ടാവുക, നെറ്റും വോയിസ് ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഫസ്റ്റിൽ. പക്ഷേ ആ ഒരു പ്രോബ്ലം ഈ കേബിൾ മോഡം സർവീസിനകത്ത് വരുന്നില്ല. ഒരേ സമയത്ത് തന്നെ നമുക്ക് TV പ്രോഗ്രാം കാണാനും അതേ സമയത്ത് തന്നെ ആ കേബിളിൽ കൂടെ വരുന്ന ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പോൾ അതിൽ രണ്ടിനും 2 സെപ്പറേറ്റ് ഇതാണ് നോൺ ഇൻ്റർഫറിങ് ഡാറ്റ സ്ട്രീമാണ്. ഓരോന്നിലെ, അതായത് ഡാറ്റ, വീഡിയോ ഡാറ്റയും ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റയും പരസ്പരം ഇൻ്റർഫെയർ ചെയ്യാറില്ല. പിന്നെ വേറൊരു മെത്തേഡ് വയർലെസ് LAN. വയർലെസ് LAN കണക്ഷൻസ് ആർ വെരി കോമൺ ഇൻ ദീസ് ഡേയ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു LAN ആണെങ്കിൽ, നോർമൽ LAN ആണെങ്കിൽ അതിനകത്ത് വയർലെസ് ആക്സസ് പോയിന്റ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോർമൽ നെറ്റ്വർക്കിനെ വയർലെസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് വയർലെസ് LAN കണക്ഷൻസ്. അപ്പോൾ വയർലെസ് LAN കണക്ഷൻസ് ആർ വെരി കോമൺ ഇൻ ദീസ് ഡേയ്സ്, വിച്ച് ആർ ബേസ്ഡ് ഓൺ ടെക്നോളജി വാട്ട് ഈസ് കോൾഡ്
വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡലിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വയർലെസ് ഫിഡലിറ്റി. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ വയർലെസ് ആൻഡ് യൂഷ്വലി മെഷേർഡ് ഇൻ മീറ്റർ. ഓക്കെ, അപ്പോൾ എത്ര മീറ്റർ എന്നുള്ള ആ ഒരു റേഞ്ചാണ് വയർലെസ്സിന് നോർമലായിട്ട് കൊടുക്കുന്നത്. 10 മുതൽ 30 ആ ഒരു റേഞ്ച് വരെയൊക്കെയാണ് മീറ്ററുകളാണ് നമുക്ക് വയർലെസ്സിൻ്റെ റേഞ്ചായിട്ട് കാണിക്കുന്നത്. Therefore, this is not a technology connected directly to ISP. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായിട്ട് നേരിട്ട് കണക്ഷൻ വരുന്ന ഒരു മെത്തേഡ് അല്ല ഇത്. പകരം എന്താണ്, ഇത് നമ്മൾ മറ്റൊരു ലാനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓൾറെഡി ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു നെറ്റ്വർക്കിൽ ഈ ഒരു വയർലെസ് ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്സസ് പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലാൻ കണക്ഷനകത്തോട്ട് വയർലെസ് ആക്സസ് പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആക്സസ് പോയിന്റിനകത്ത് നിന്ന് മറ്റുള്ള ഡിവൈസിലേക്കും മൊബൈലിലേക്കും ഒക്കെ വയർലെസ് ആയിട്ട് നമുക്ക് നെറ്റ് കണക്ഷൻ കിട്ടും. ടു കണക്ട് ടു ഇൻ്റർനെറ്റ്, ദ വയർലെസ് ആക്സസ് പോയിന്റ് ഈസ് കണക്റ്റഡ് ടു ദ വയേർഡ് ലാൻ ലൈക്ക് എനി അതർ ഡിവൈസസ്, ആൻഡ് ദെൻ കമ്പ്യൂട്ടേഴ്സ് വിത്ത് വയർലെസ് നെറ്റ്വർക്ക് കാർഡ് ക്യാൻ ആക്സസ് വയേർഡ് ലാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്കറിയാം, നമ്മളെ കോളേജിനകത്ത് ചില കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ വയർലെസ്സിൻ്റെ കാർഡ് കണക്ട് ചെയ്തിട്ട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ചില കമ്പ്യൂട്ടറിനകത്ത് ഓൾറെഡി ബിൽറ്റിൻ ആയിട്ട് ഈ വയർലെസ് NIC കാർഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഏതെങ്കിലും വയർലെസ് റൗട്ടറോ അല്ലെങ്കിൽ വയർലെസ് ആക്സസ് പോയിന്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് വയർലെസ് ലാൻ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മളങ്ങനെ വയർലെസ് വഴി കണക്ട് ചെയ്യുന്ന അതിനാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. പിന്നെ വയർലെസ് വാന്, നമുക്കറിയാം വാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ആ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിനകത്ത് വയർലെസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ വാൻ, അല്ലെങ്കിൽ വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. W-WAN എന്ന് പറയും. W-WAN is a digital network that spans over a large geographical area. അല്ലേ, വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഏരിയയിലോട്ട് കവർ ചെയ്യുന്നതാണ്. വയർലെസ് വാൻ ആക്സെപ്റ്റ് ദ ഡാറ്റ ആൻഡ് ട്രാൻസ്മിറ്റ് ഡാറ്റ യൂസിങ് റേഡിയോ സിഗ്നൽസ് വയ സെല്ലുലാർ സൈറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. അപ്പോൾ സാറ്റലൈറ്റ് വഴി ടവർ, സെല്ലുലാർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ നെറ്റ്വർക്ക് സാറ്റലൈറ്റിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് ശരിക്കും സെല്ലുലാർ സൈറ്റ് അല്ലെങ്കിൽ സൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സൈറ്റ് വഴി അല്ലെങ്കിൽ സെല്ലുലാർ സൈറ്റ് വഴിയും സാറ്റലൈറ്റ് വഴിയൊക്കെയാണ് ഈ വയർലെസ് വാന് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. അറ്റ് സ്വിച്ചിങ് സെൻറ്റർ വയർലെസ് വാൻ ഡിവൈഡ്സ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. The data is then linked into the organization's existing LAN or WAN infrastructure. അപ്പോൾ അങ്ങനെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു സിഗ്നൽ അതിനുശേഷം എവിടുന്ന് നമ്മൾ ഈ സ്വിച്ചിങ് സെൻറ്ററിനകത്ത് എല്ലാ നെറ്റ്വർക്കും കമ്പൈൻ ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ വന്നതിന് ശേഷം നോർമലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സിസ്റ്റത്തിനകത്തുള്ള ലാൻ സിസ്റ്റം അല്ലെങ്കിൽ വാൻ സിസ്റ്റത്തിലേക്ക് എന്താണ് ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത് വയർലെസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്വിച്ചിങ് സെൻറ്ററിൽ എത്തുമ്പോൾ, അതായത് സാറ്റലൈറ്റ് വഴി നെക്സ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് അത് നോർമലായിട്ട് വേൾഡ് വൈഡായിട്ട് എന്തൊക്കെ രീതിയിലാണോ കേബിൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കാം, സാറ്റലൈറ്റ് വഴി തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ജനറലായിട്ടുള്ള നോർമൽ ഇൻ്റർനെറ്റ് വർക്കിങ്ങിലോട്ട് ജോയിൻ ആവും. ഓക്കെ, ദ കവറേജ് ഏരിയ ഓഫ് വാൻ ഈസ് നോർമലി മെഷേർഡ് ഇൻ മൈൽസ്, കിലോമീറ്ററുകൾ. ഓക്കെ, വിത്ത് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് 100 Mbps. അപ്പോൾ ഒരു വയർലെസ് വാനിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്ഫർ 100 Mbps ആണ് പറയുന്നത്. പിന്നെ അതിൻ്റെ റേഞ്ച് കിലോമീറ്ററുകളിലാണ് പറയുന്നത്. നോർമൽ വയർലെസ് ലാന് നമ്മൾ മീറ്ററുകളിലായിരുന്നു പറഞ്ഞത് അല്ലേ. നോർമൽ വയർലെസ് ലാനിന് നമ്മൾ മീറ്ററുകളിലായിരുന്നു റേഞ്ച് പറഞ്ഞത്. പക്ഷേ വയർലെസ് വാൻ ആകുമ്പോൾ കിലോമീറ്ററുകളിലാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്.
പിന്നെ സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡ് മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഇൻ്റർനെറ്റ്. ദിസ് പ്രൊവൈഡ്സ് ഫുൾ ടൈം കണക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ആംഡ് ഫോഴ്സ്, ബിസിനസ് എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് സാറ്റലൈറ്റ് സർവീസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സാറ്റലൈറ്റും അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുന്ന ഒരു പോയിന്റ് തമ്മിൽ വരുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇതിനകത്ത് എന്താണ്, ഒരു ട്രാൻസീവർ, നമുക്ക് അറിയാം ട്രാൻസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസീവർ. ഇവിടെ എന്താണ്, ഒരു ഡിഷ് അല്ലെങ്കിൽ എന്താണ്, എ സാറ്റലൈറ്റ് ഡിഷ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ഇൻ ഡയറക്റ്റ് ലൈൻ ടു ദ സൈറ്റ് ഓഫ് വൺ ഓഫ് ദ സെവറൽ സാറ്റലൈറ്റ്. നമ്മൾ TV ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിന് പുറത്ത് ഡിഷ് വെക്കുന്ന രീതിയിൽ തന്നെ ഈ നെറ്റ്വർക്ക് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ് ഉണ്ടാവും. ആ സാറ്റലൈറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് ഡിഷ് അലൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മൾ TV ചാനൽ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഷിൻ്റെ ഒരു ടെക്നീഷ്യൻ വന്നിട്ട് സാറ്റലൈറ്റ് എന്താണ് ട്യൂൺ ചെയ്തെടുക്കുന്നില്ല. അതേ രീതിയിൽ ഈ സാറ്റലൈറ്റിന് ഇൻ്റർനെറ്റിൻ്റെ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യണം. അതിനുശേഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റ് ഡിഷിന് സിഗ്നൽസ് ആ ഒരു സാറ്റലൈറ്റിനകത്തോട്ട് സെൻഡ് ചെയ്യാനും അവിടുന്ന് റിസീവ് ചെയ്യാനും പോസിബിളാണ്. അതാണ് ഈ ട്രാൻസീവർ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ നോർമൽ കേബിൾ TVനകത്ത് നമ്മൾ ഡിഷ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വയറ് നമ്മളെ ഡെസ്ക്ടോപ്പ് ബോക്സിൽ, അതായത് ഒരു റിസീവർ ഉണ്ടാവും നമ്മളെ TVയുടെ മുകളിൽ കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഒരു ഡിവൈസാണ് ഇവിടെ മോഡം ലൈക്ക് ഡിവൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സിഗ്നൽ റിസീവ് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആ കണക്ട് ചെയ്ത മോഡത്തിലേക്കാണ് ഇത് കണക്ട് ചെയ്യുക. അതായത് മോഡം ലൈക്ക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ മോഡത്തിനകത്തുനിന്ന് ഈ സിഗ്നൽ കറക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റിയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഡയറക്റ്റ് സാറ്റലൈറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടു ഹോം എന്നൊക്കെ പറഞ്ഞിരുന്നു പണ്ട്. ഡയറക്റ്റ് ടു ഹോംസ് സാറ്റലൈറ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലോട്ട് വരുന്നത്. അത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മെത്തേഡാണ്. പിന്നെ ഇനി വരുന്നത് ISPകളുടെ എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ കണക്ഷൻ മെത്തേഡ് ഇവിടെ മുകളിൽ പറഞ്ഞ ഈ രീതിയിലുള്ള കണക്ഷൻ മെത്തേഡ്സ് ആണ് പറഞ്ഞത്. സാറ്റലൈറ്റ് സർവീസ്, പിന്നെ വയർലെസ് വാന്, വയർലെസ് ലാന്, പിന്നെ കേബിൾ മോഡം, DSL, ISDN, ബ്രോഡ്ബാൻഡ്, ഡയലപ്പ് കണക്ഷൻ, അങ്ങനെയുള്ള കണക്ഷൻസ്. പിന്നെ വേറെ ഉണ്ട് വരുന്നത് ഇൻഫ്രാറെഡ് കണക്ഷൻ വന്നിരുന്നു. അതിനകത്ത് മോഡത്തിന് പകരം വേറെ ഒരു ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, IR ഡിവൈസാണ് യൂസ് ചെയ്തത്. അതിനകത്ത് ഡാറ്റ ഇൻഫ്രാറെഡ് വഴിയാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നടന്നിരുന്നത്. അപ്പോൾ അതിൽ ശരിക്കും ആ ഒരു ഇൻഫ്രാറെഡ് റിസീവറും ട്രാൻസ്മിറ്ററും കറക്റ്റ് ഇൻ ലൈനായിട്ട് ബിറ്റ്വീനായിട്ട് എന്താണ് വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വെക്കണം. അതത്ര കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നില്ല, പെട്ടെന്ന് തന്നെ എന്താണ് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ ഡയലപ്പ് കണക്ഷനും പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനും ഇങ്ങനത്തെ കണക്ഷൻസൊക്കെ DSL ഒക്കെ കുറേ കാലം നിന്നിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഏതാണ്ട് വയർലെസ് രീതിയിലോട്ട് വന്നു. അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക് കണക്ഷൻസിൽ വന്നു കഴിഞ്ഞു. ISPകളും അതിൻ്റെ എക്സാമ്പിളും. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്കറിയാം, ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു സാങ്കേതിക വിദ്യ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ISP മേക്ക് ഇറ്റ് പോസിബിൾ ദർ കസ്റ്റമർ ടു വെബ്, ഷോപ്പ്, ഓൺലൈൻ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് അത്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ തരുന്ന ആ ഒരു ഇൻ്റർനെറ്റ് കൊണ്ടാണ് നമ്മളിപ്പോൾ നെറ്റ് യൂസ് ചെയ്യുന്നതും വീഡിയോ ക്ലാസ് എടുക്കുന്നതും എല്ലാം. പിന്നെ അതിനുള്ള എക്സാമ്പിൾസിലാണ് റിലയൻസ് ഇന്ത്യ മൊബൈൽ വരുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഏറ്റവും ടോപ്പായിരുന്നത് BSNL ആയിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡർ. പക്ഷേ അത് കൂടുതൽ എന്തായാലും ഡെവലപ്മെൻറ്റും റിസർച്ചും കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തേർഡ് പാർട്ടി, അതായത് പ്രൈവറ്റ് കമ്പനികളായിട്ടുള്ള റിലയൻസ് ഒക്കെയാണ് പിന്നീട് 1ാം നമ്പറിലേക്ക് വന്നത്. റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് ഹാസ് ദ ഹയസ്റ്റ് ഷെയർ ഇൻ ദ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ.
ഇന്ത്യ 2020 നടന്ന ഒരു കാൽക്കുലേഷൻ പ്രകാരം ഏതാണ്ട് 52% ഇന്ത്യയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ 52%, ടോട്ടൽ പോപ്പുലേഷൻ്റെ എന്നല്ല, ടോട്ടൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ 52% റിലയൻസിനാണ് ഉള്ളത്. അതായത് റിലയൻസ് ആണ്, അതായത് ജിയോ കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നതാണ് എയർടെല്, വോഡോഫോൺ ഐഡിയ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ. അപ്പം അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിലയൻസ് ജിയോ ഇൻഫോകോം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് ഭാരതി എയർടെല്, പിന്നെ വോഡോഫോൺ ഐഡിയ, BSNL അതിന് ശേഷമാണ് വരുന്നത്. അതിനും അപ്പുറമാണ് മറ്റുള്ള കമ്പനികളൊക്കെ, ചെറിയ ചെറിയ കമ്പനികളൊക്കെ അതിനും ശേഷമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പായിട്ട് ഇപ്പോൾ വരുന്നത് റിലയൻസ് ജിയോ കമ്മ്യൂണിക്കേഷനാണ് 2020 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം കാണിക്കുന്നത്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അത് നമുക്ക് അറിയാവുന്ന ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്താണെന്ന് നമുക്കറിയില്ല. അതേപോലെയാണ് സോഷ്യൽ നെറ്റ്വർക്കിങ്ങും. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനകത്ത് എന്താണ്, യൂസറിന് ഒരു പ്രൊഫൈല്, പബ്ലിക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. ഒരു വെബ്സൈറ്റാണ്, അതിനകത്ത് നമ്മൾ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്കൊരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള മറ്റ് യൂസറുകളുമായിട്ട് നമുക്ക് ഡാറ്റ, ഇൻഫർമേഷൻ എല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റാണ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, അതായത് SNS എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അലോ ദ പീപ്പിൾ ഓൺ ദ ലിസ്റ്റ് ടു കൺഫേം ഓർ ഡിനൈ ദ കണക്ഷൻ. ഇപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ പ്രൈവസിയാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനകത്ത് നമ്മളൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് മറ്റുള്ള ആൾക്കാരുടെ, അതായത് മറ്റ് യൂസേഴ്സിനെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനൊക്കെ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അലോ ചെയ്യാം, അതല്ലെങ്കിൽ ഡിനൈ ചെയ്യാം. ഈ ഒരു റിക്വസ്റ്റ് വേണമെങ്കിൽ അലോ ചെയ്യാം, അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം. ആഫ്റ്റർ കണക്ഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്, ന്യൂ യൂസർ കാൻ സെർച്ച് ദ നെറ്റ്വർക്ക് ഓഫ് കണക്ഷൻസ് ടു മേക്ക് മോർ കണക്ഷൻസ്. അതാണ് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് കൂട്ടി കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ കണക്ഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ് സോഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ലിങ്ക്ഡ്ഇനകത്താണ് ശരിക്കും ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ഷെയർ ആവുന്നത്. പക്ഷേ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ എന്താണ്, മീഡിയകളാണ് കൂടുതലായിട്ട് ഷെയർ ആകുന്നത്. ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. പിന്നെ വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ മീറ്റിൽ വീഡിയോ കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ കോൺഫറൻസിന് എക്സാമ്പിളാണ്. ഇതൊരു ടെക്നോളജി ദാറ്റ് അലോവ്സ് യൂസർ ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ടു ഹോൾഡ് ഫേസ് ടു ഫേസ് മീറ്റിംഗ് വിത്തൗട്ട് ഹാവിങ് ടു മൂവ് ടു എ സിംഗിൾ ലൊക്കേഷൻ ടുഗദർ. ഒരു സ്ഥലത്തേക്ക് എല്ലാവരും വന്ന് ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നതിന് പകരം എല്ലാവരും വേറെ വേറെ ലൊക്കേഷനിൽ, ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഇരുന്നും കൊണ്ട് ഫേസ് ടു ഫേസ് ആയിട്ട് മീറ്റിംഗ് നടത്താനുള്ള ഒരു ടെക്നോളജിയാണ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. ദിസ് ടെക്നോളജി പെർട്ടിക്കുലർലി കൺവീനിയൻറ്റ് ഫോർ ബിസിനസ് യൂസേഴ്സ് ഓർ ഈവൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇപ്പോൾ വേറെ വേറെ രാജ്യത്തിലുള്ള ആൾക്കാർക്കും ലോകത്തിൽ എവിടെയുള്ള ആൾക്കാരായാലും അവർക്ക് പരസ്പരം കണ്ടുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ബിസിനസ് ഡീലുകളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും, ക്ലാസ് എടുക്കാനും. ഇപ്പോൾ കാണുന്ന നമുക്ക് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റും.
ഓക്കെ, വീഡിയോ കോൺഫറൻസിങ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ഫേസ് ടു ഫേസ് കണ്ടിട്ട് എന്താണ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. ഇപ്പോൾ മൊബൈലല്ലാതെ വലിയ TV ഒക്കെ വെച്ചിട്ടുള്ള മീറ്റിംഗ് ആണെന്നെങ്കിൽ ശരിക്കും നേരിട്ട് കോണ്ടാക്റ്റ് ആയിട്ട് പറയുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ലൈവ് മീറ്റിംഗ് ഒക്കെ കാണുന്നില്ല, ന്യൂസ് ചാനലിനകത്തൊക്കെ കാണുന്നില്ല, ലൈവായിട്ടുള്ള കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസ് വഴി പ്രമുഖരായ ആൾക്കാരൊക്കെ നമ്മൾ TV-നകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ. അതൊക്കെ എന്താണ്, ആ ഒരു വ്യക്തി നേരിട്ട് ഈ ഒരു TV-യുടെ റെക്കോർഡിംഗ് സ്റ്റേഷനിൽ വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ വഴി ആ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ അടുത്തെത്തും. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു TV കമ്പനിയുടെ ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോ സ്റ്റേഷനകത്തു നിന്ന് വരുന്ന പ്രമുഖ വ്യക്തികളെ മറ്റൊരു സ്ഥലത്തുള്ള ഒരു ചാനലായിട്ട് ലിങ്ക് ചെയ്യിക്കുക, അവർ തമ്മിൽ വീഡിയോ കോൺഫറൻസ് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണ്. പിന്നെ വീഡിയോ കോൺഫറൻസ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടത്തുമ്പോഴാണ് നമ്മളതിന് വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ പേഴ്സണലായിട്ട് നടത്തുന്ന കോളിനെ നമ്മൾ വീഡിയോ ചാറ്റ് എന്നാണ് അല്ലെങ്കിൽ വീഡിയോ കോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും കാര്യം ഒന്ന് തന്നെയാണ്, അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് സെയിം ആണ്. പക്ഷേ ഒരു പേഴ്സണൽ യൂസിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ ജസ്റ്റ് ഒരു വീഡിയോ കോൾ എന്നോ അല്ലെങ്കിൽ വീഡിയോ ചാറ്റ് എന്നോ പറയും. പക്ഷേ ഒരു ബിസിനസ് പർപ്പസിനോ മറ്റോ ഗ്രൂപ്പായിട്ട് നടത്തുമ്പോൾ അതിനെ ഒരു വീഡിയോ കോൺഫറൻസ് എന്ന് പറയും. പിന്നെ അടുത്തത് നമുക്കറിയേണ്ടത് വൈറസുകളെ പറ്റി. കമ്പ്യൂട്ടർ വൈറസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് വൈറസ്. ഈ നെറ്റ്വർക്കിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ, അതിനകത്ത് എത്ര കമ്പ്യൂട്ടർ ഉണ്ടോ അതിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ പുള്ളി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈറസ് ഉള്ള കമ്പ്യൂട്ടർ പുള്ളി തൊടൂല. കാരണം ഒരു പേടി, അയ്യോ ഈ കമ്പ്യൂട്ടറിനകത്ത് വൈറസ് ഉണ്ട്, ഇത് ഞാൻ തൊട്ടാൽ എൻ്റെ ദേഹത്തോട്ട് ഈ വൈറസ് വരും എന്നുള്ള ഒരു പേടിയുണ്ട്. ആ ഒരു പുള്ളി കമ്പ്യൂട്ടർ, വൈറസ് ഉള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ തൊടാൻ പേടിക്കുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് പറയുകയാണ്, അത് റിയൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഉള്ള സാധാരണ ഒരു പ്രോഗ്രാം പോലെയുള്ള ഒരു പ്രോഗ്രാമാണ് വൈറസ്. അപ്പോൾ അതിൻ്റെ ആരാണോ ആ വൈറസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തത്, അവർക്കാണ് ഈ വൈറസ് വഴി വൈറസ് കളക്ട് ചെയ്യുന്ന ഡാറ്റ ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ എ കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ മലീഷ്യസ് പ്രോഗ്രാം, സ്ക്രിപ്റ്റ്, മാക്രോ ഓർ കോഡ് ഡിസൈൻഡ് ടു ഡാമേജ്, steal personal information, modify data, send email, display messages or a combination of all these actions. ഓക്കെ, അപ്പോൾ ഒരു വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു എന്താണ്, എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ആണ് സ്ക്രിപ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അല്ലേ, പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതേപോലെ ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ സ്ക്രിപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ പർപ്പസ് എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷൻസിനെ ഡാമേജ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻഫർമേഷൻസിനെ സ്റ്റീൽ ചെയ്യുക, അതായത് മോഷ്ടിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റയെ നശിപ്പിക്കുക, മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ റീഡബിൾ അല്ലാത്തൊരു ഫോർമാറ്റിലോട്ട് മാറ്റുക. പിന്നെ ഇമെയിലുകൾ സെൻഡ് ചെയ്യുക, റാൻഡമായിട്ട് കുറേ ഇമെയിലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് മെസ്സേജസുകൾ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിലുള്ള മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരേ കമ്പ്യൂട്ടറിനകത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് വൈറസ് ഉണ്ട് എന്നുള്ളത്. When the virus is executed, it is spread by copying itself into or over data files
പ്രോഗ്രാംസ്, ദ ഹാർഡ് ഡ്രൈവ്, ബൂട്ട് സെക്ടർ ഓർ എനിത്തിങ് എൽസ് റൈറ്റബിൾ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറി കഴിഞ്ഞാൽ ആ വൈറസ് ഫയല് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് അത് ചിലപ്പോൾ ആ ഫയലിൻ്റെ, അതായത് വൈറസ് ഫയലിനെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നേരത്തെ ഒരു വൈറസ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ വൈറസിൻ്റെ മുകളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും 2 ആവും, 3 ആവും, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം സിസ്റ്റത്തിനകത്ത് സ്പേസ് കുറയും. ഓക്കെ, കുറേ കോപ്പി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിനകത്തുള്ള സ്പേസ് കുറയും. പിന്നെ ചില വൈറസ് എന്താണ്, ബൂട്ട് സെക്ടർ, നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന ഫയലുണ്ട്, ആ ഫയലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു നിന്നിരിക്കും. അതായത് ആ ബൂട്ട് സെക്ടറിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള മെസ്സേജൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പിന്നെ പ്രോഗ്രാംസ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാം ചിലപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രോഗ്രാമിനകത്തും ഹാർഡ് ഡ്രൈവിൻ്റെ ബൂട്ട് സെക്ടറിനകത്തൊക്കെ എന്താണ്, ഈ ഫയൽ ചേഞ്ചസുകൾ വരുത്തും വൈറസ്. ഓക്കെ, there are many ways a computer can become infected with a computer virus or other malware. When a virus is made, it is often distributed through shareware. അപ്പോൾ ഒരു വൈറസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏതെങ്കിലും വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റിനകത്ത് വൈറസുകൾ ഉണ്ടാവും. പിന്നെ ചില സോഫ്റ്റ്വെയറുകൾ, പൈറേറ്റഡ് സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട സോഫ്റ്റ്വെയറുകൾ കാശ് കൊടുക്കാതെ ക്രാക്ക് ചെയ്തെടുക്കും. ഓക്കെ, നമുക്ക് കാശ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് അതിൻ്റെ ഫുൾ ഫങ്ഷൻസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ചില ആൾക്കാർ മാറ്റിയെടുക്കും. അതിനെന്തെങ്കിലും ചില കോഡുകൾ മാറ്റുക, മറ്റു കാര്യങ്ങളൊക്കെ ഇവർ, ഈ ഡെവലപ്പിംഗ് ടീമാണല്ലോ, എന്തായാലും സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും, അതിനകത്ത് ആ സോഫ്റ്റ്വെയർ ഫുള്ളായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ വെബ്സൈറ്റിനകത്തോ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിനകത്തോ ചിലപ്പോൾ ഈ രീതിയിലുള്ള വൈറസിൻ്റെ ഫയലും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിലിനകത്ത് നമുക്ക് എന്തെങ്കിലും ലിങ്ക് ആയിട്ട് വരും. ഓക്കെ, ചിലപ്പോൾ എന്താണ്, നമുക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഇമെയിലിനകത്തുകൂടെ നമുക്ക് വൈറസ് വരും. ഓക്കെ, പിന്നെ P2P പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയർ ടു പിയർ പ്രോഗ്രാമാണ്. അതായത് അത് നമ്മൾ എന്തെങ്കിലും ഫിലിമും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് അതർ പ്രോഗ്രാംസ് വേർ യൂസേഴ്സ് ഷെയർ ഡാറ്റ. എന്തെങ്കിലും ഫയലുകൾ യൂസറുകൾ ഷെയർ ചെയ്യുമ്പോൾ ഒരാളെ യൂസറെ അതായത് ഒരു യൂസറിന് ഷെയർ ചെയ്യുമ്പോൾ ആ ഡാറ്റയിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് മറ്റേ ഏത് യൂസറാണോ ആക്സസ് ചെയ്യുന്നത് അവർക്കും ആ വൈറസ് കിട്ടും. പിന്നെ വേറൊരു വൈറസ് സ്പ്രെഡ് ആവാനുള്ള മറ്റൊരു കാരണം ഈ ഫ്ലാഷ് ഡ്രൈവുകൾ, അതായത് ഫയൽ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫ്ലാഷ് ഡ്രൈവിനകത്ത് ഫയൽ കോപ്പി ചെയ്തിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ആ ഫ്ലാഷ് ഡ്രൈവിനകത്തോട്ട് വൈറസും കൂടെ കോപ്പി ആവും. അതേപോലെ തന്നെ അത് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ആ ഇൻസ്റ്റൻറ്റ് തന്നെ എന്ത് ചെയ്യും, ഫ്ലാഷ് ഡ്രൈവിൽ നിന്ന് വൈറസ് ആ കമ്പ്യൂട്ടറിനകത്തോട്ട് പോകും. നമ്മൾ കോപ്പി ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇൻസർട്ട് ചെയ്താൽ മാത്രം തന്നെ ആ ഫയല് കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം ഫയൽസിനോട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, if infected program is executed, it can potentially affect anything that a computer can access. ഒരു കമ്പ്യൂട്ടറിനകത്ത് സോഫ്റ്റ്വെയർ പരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ വൈറസിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല ഒരു വൈറസ് എന്തൊക്കെയാണ് ചെയ്യുക, എന്തൊക്കെ ചെയ്യില്ല, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ നശിപ്പിച്ചിട്ടാന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വൈറസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. എവരി ആക്ഷൻ ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എവരി വൈറസ് ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻറ്റിവൈറസ് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ആൻറ്റിവൈറസുകൾ എന്ന് പറഞ്ഞാൽ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. വൈറസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെ പ്രതിരോധിച്ചിട്ട് കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ
രണ്ടും സോഫ്റ്റ്വെയറുകൾ തന്നെയാണ്. വൈറസും സോഫ്റ്റ്വെയർ ആണ്, ആൻറ്റിവൈറസും സോഫ്റ്റ്വെയർ തന്നെയാണ്. ഓക്കെ, യു ക്യാൻ പ്രൊട്ടക്ട് യുവർ കമ്പ്യൂട്ടർ ഫ്രം വൈറസ് by installing an antivirus protection program. Once installed on a computer, antivirus monitor, detect and clean any computer virus by looking for virus signatures. അപ്പോൾ ഒരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻറ്റിവൈറസിൻ്റെ നിർമ്മാതാക്കൾ എന്ത് ചെയ്യും? നിലവിൽ അറിയപ്പെടുന്ന എല്ലാ വൈറസ് ഫയലുകളുടെയും ആക്ടിവിറ്റി, അതുപോലെ തന്നെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ആ വൈറസിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രാം ആക്കിയിട്ട് ആണ് ഈ ആൻറ്റിവൈറസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഫയൽസും ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വഴി സ്കാൻ ചെയ്യും. ഓരോ ഫയലുകളും ചെക്ക് ചെയ്യും. അത് വളരെ ഫാസ്റ്റായിട്ട് ചെക്ക് ചെയ്തോളും. അതിനുശേഷം അതിൻ്റെ വൈറസ് ഡെഫിനിഷനകത്ത്, അതായത് ഈ ആൻറ്റിവൈറസ് കമ്പനിയിലുള്ള ടെക്നീഷ്യന്മാർക്ക് അറിയാവുന്ന വൈറസിൻ്റെ ഏതെങ്കിലും ഒരു വൈറസ് ആ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടെങ്കിൽ ആ ഫയൽസിനെ ഈ ആൻറ്റിവൈറസ് ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനുള്ള ഫർദർ പ്രോസസ്സ്, അതായത് ചിലപ്പോൾ ആ ആൻറ്റിവൈറസ് ഉപയോഗിച്ചിട്ട് വൈറസിനെ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ വൈറസിനെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. അതായത് ഈ വൈറസ് കമ്പ്യൂട്ടറിനെ ഒന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്താണ്, ആ വൈറസ് ഡാറ്റാബേസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻറ്റിവൈറസ് അതിനാണ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻറ്റിവൈറസ് ഒറിജിനൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് ലൈസൻസ് എക്സ്പയർ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് വൈറസ് ഡെഫിനിഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എന്താണ്, പുതിയ വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിടിക്കില്ല, ഡിറ്റക്റ്റ് ചെയ്യില്ല. അപ്പോൾ വാട്ട് എ വൈറസ് ക്യാൻ ഡു ഓൺ എ കമ്പ്യൂട്ടർ. ഒരു വൈറസിന് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് ഞാൻ നേരത്തെ ഏതാണ്ട് പറഞ്ഞു. എ വൈറസ് ഡസ് ടു കമ്പ്യൂട്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വൈറസ്. അപ്പോൾ ഒരു വൈറസ് ഏത് ടൈപ്പാണെന്നുള്ളത് നോക്കിയിട്ടാണ് ആ വൈറസിന് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ചില വൈറസ് ഉണ്ട്, നമ്മൾ ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റ പിന്നെ നമ്മൾ ഏത് കമ്പ്യൂട്ടറിൽ ഇട്ടാലും കാണില്ല. അതെന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡ്രൈവ്, അതായത് ഫ്ലാഷ് ഡ്രൈവിൻ്റെ ഒക്കെ ആർക്കീവ്സ്, അതായത് റീഡ് പ്രൊട്ടക്റ്റ്, റൈറ്റ് പ്രൊട്ടക്റ്റ്, അതുപോലെ തന്നെ ഹിഡൻ, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്ത് കളയും. ഇപ്പോൾ നേരത്തെ എല്ലാം നോർമലായിട്ട് വിസിബിൾ ആയിട്ടുള്ള ഫയലാണെങ്കിൽ ഈ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ഡ്രൈവിനകത്തുള്ള എല്ലാ ഫയലും ഹിഡൻ ആയി പോകും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ചില വൈറസ് എന്ത് ചെയ്യും, ഹിഡൻ ആക്കില്ല, എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ നമുക്ക് അൺഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഓരോ വൈറസിനനുസരിച്ച് അതിൻ്റെ പ്രവൃത്തിയിലും വ്യത്യാസം ഉണ്ടാവും. മോസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഡിലീറ്റ് ഡാറ്റ, ഓവർറൈറ്റ് ഇൻഫർമേഷൻ, ഡിസ്പ്ലേ മെസ്സേജസ് ആൻഡ് ആഡ് ഇറ്റ്സെൽഫ് ടു അതർ ഫയൽസ് ഓൺ ദ കമ്പ്യൂട്ടർ. ഇപ്പോൾ ചില വൈറസ് എന്ത് ചെയ്യാം, എന്തെങ്കിലും മെസ്സേജ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചിലത് എന്തെങ്കിലും നമ്മുടെ മെസ്സേജൊക്കെ ഓവർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക, ഓവർ റൈറ്റ് ചെയ്യുക, ഹൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് ഓൾ കമ്പ്യൂട്ടർ വൈറസ് ഓൺലി ഡാമേജ് ദ ഡാറ്റ കണ്ടെയ്ൻഡ് ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് ഡു നോട്ട് ഫിസിക്കലി ഹാം യുവർ കമ്പ്യൂട്ടർ. അതായത് മിക്കവാറും എല്ലാ വൈറസുകളും കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ ഭാഗത്തിനെയാണ് അറ്റാക്ക് ചെയ്യുക. അതായത് അതിൻ്റെ ഹാർഡ് ഡിസ്കിനെ ഡാമേജ് ചെയ്യിക്കാൻ ഒരു വൈറസിനും അങ്ങനെ എളുപ്പത്തിൽ പോസിബിൾ അല്ല. ഓക്കെ, അതൊക്കെ എന്താ ചെയ്യുക, വിൻഡോസിൻ്റെ അകത്തുള്ള ഫയലുകളെയാണ് കറപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്താൽ ആ വൈറസൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റ കോപ്പി ചെയ്തതിന് ശേഷം ഡാറ്റയെ ആൻറ്റിവൈറസ് വെച്ച് സ്കാൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വൈറസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ചില വൈറസുകളുണ്ട്, ആ വൈറസ് എന്ത് ചെയ്യും, അതിൻ്റെ ഡാറ്റ അൺറീഡബിൾ ആക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയല് എൻക്രിപ്റ്റ് ചെയ്തിട്ട്
നമുക്കത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും തുറക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റും. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ ഏതാണ്? .docx അല്ലേ? മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ docx എന്നാണ് എക്സ്റ്റൻഷൻ ഫയൽ. അപ്പോൾ ഈ ഒരു റാൻസം വെയർ എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട്, റാൻസം വെയർ. ഓക്കെ, ആ റാൻസം വെയർ കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ docx എന്ന എക്സ്റ്റൻഷന് പകരം വേറെ ഒരു എക്സ്റ്റൻഷൻ നെയിമും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ടാമത്തെ എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിന് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഫയലുകളും, വേർഡ് ആയാലും ശരി, പിക്ചർ ആയാലും ശരി, സോങ് ആയാലും ശരി, എന്ത് ഫയലായാലും ആ ഫയലിൻ്റെ ഒക്കെ എക്സ്റ്റൻഷൻ ഏതായിരുന്നോ അത് കൂടാതെ എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ അധികം ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും ഈ ഫയലുകളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സപ്പോസ് നമ്മൾ ഈ ഫയൽ കോപ്പി ചെയ്ത് വേറൊരു കമ്പ്യൂട്ടറിൽ ഇട്ടാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു കമ്പ്യൂട്ടറിനകത്ത് ആ ഫയൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ ഫയൽ നശിച്ചു കഴിഞ്ഞു, നമുക്ക് റീഡബിൾ അല്ലാത്തൊരു ഫോർമാറ്റിലോട്ട് അത് മാറി. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത്? അത് നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം വെച്ച് സെർച്ച് ചെയ്താൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടും. അതിനകത്ത് പറയും നിങ്ങൾ ഇത്ര എമൗണ്ട് പേ ചെയ്യാം. ഓക്കെ, അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷേ പേ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിനകത്ത് ഉള്ള എമൗണ്ട് ചിലപ്പം ഫുൾ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു വൈറസാണ് ഈ റാൻസം വെയർ എന്ന് പറഞ്ഞ വൈറസ്. ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും. RANDSOME, റാൻസം വെയർ എന്ന് പറയും. ഓക്കെ, ബിലോ ആർ ഡിഫറെൻറ്റ് ഇഷ്യൂസ് ദ കമ്പ്യൂട്ടർ മേ എക്സിബിറ്റ് വെൻ ഇൻഫെക്റ്റഡ് വിത്ത് എ വൈറസ്. അപ്പോൾ ഏതാണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ വൈറസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഡിലീറ്റ് സം ഫയൽസ് വിത്തൗട്ട് കൺസെൻറ്റ്, നമ്മളെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഹൗവർ റിയലൈസ് മെനി ഓഫ് ദീസ് സിംറ്റംസ് ക്യാൻ ഓൾസോ ബി കോസ്ഡ് ബൈ അനദർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇഷ്യൂ ആൻഡ് നോട്ട് എ വൈറസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വൈറസ് ആണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അത് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ചില ഫയൽസൊക്കെ ഡിലീറ്റ് ആവുന്നത് ചിലപ്പോൾ കീബോർഡിനകത്ത് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ്സായി കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഏത് ഫയൽ സെലക്ട് ചെയ്താലും അങ്ങ് ഡിലീറ്റ് ആയി പോകും. കാരണം എന്തായിരിക്കും? ചിലപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ അകത്ത് ഇൻറ്റേർണലി പ്രസ്സായി കിടക്കുകയായിരിക്കും. അപ്പോൾ അത് നമ്മൾ വൈറസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, എല്ലാം വൈറസ് ആണെന്ന് കണക്കാക്കാൻ പാടില്ല. അപ്പോൾ അതിനുള്ള മറ്റു ചില സൂചനകൾ എന്താണ്? നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഫയൽ ഡിലീറ്റ് ആവുക, കോസ് വേരിയസ് എറർ മെസ്സേജ് ഇൻ ദ ഫയൽസ് ഓർ ഇൻ പ്രോഗ്രാംസ്, എന്തെങ്കിലുമൊക്കെ എറർ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടറിനകത്ത്. പിന്നെ ചേഞ്ച് വോളിയം ലേബൽ, നമ്മൾ മൈ കമ്പ്യൂട്ടറിനകത്ത് ഈ C ഡ്രൈവ്, D ഡ്രൈവ് അതിനകത്ത് ഉണ്ടല്ലേ ഈ വോളിയം ലേബൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പേരുണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ എന്നൊക്കെ നമ്മൾ പേര് കൊടുക്കും. ആ പേരിന് പകരം വേറെ എന്തെങ്കിലും പേര് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് വൈറസിൻ്റെ കളിയാവാം. മാർക്ക് ക്ലസ്റ്റേഴ്സ് ആസ് ബാഡ് ഇൻ ഫയൽ അലോക്കേഷൻ ടേബിൾ, ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ബാഡ് സെക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരിക. റാൻഡംലി ഓവർ റൈറ്റ് സെക്ടേഴ്സ് ഇൻ ദ ഹാർഡ് ഡ്രൈവ്, ഹാർഡ് ഡ്രൈവിനകത്തുള്ള സെക്ടറിനകത്ത് റാൻഡമായിട്ട് എന്തെങ്കിലും ഫയലുകളൊക്കെ ഇങ്ങനെ റൈറ്റ് ചെയ്യാം. റീപ്ലേസ് ദ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് വിത്ത് ഓൺ കോഡ്, ഇപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ ഇതിനകത്ത് കാണിക്കാം. പിന്നെ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ വളരെ സ്ലോ ആണെങ്കിൽ നമുക്ക് ഊഹിക്കാം അത് ചിലപ്പോൾ വൈറസിൻ്റെ പ്രശ്നമായിരിക്കും. പിന്നെ കോസ് സിസ്റ്റം ടു ഹാങ് ആൻഡ് ഫ്രീസ് റാൻഡംലി, സിസ്റ്റം എപ്പോഴും ഇങ്ങനെ ഹാങ് ആവുക, അത് ചിലപ്പം വൈറസിൻ്റെ പ്രോബ്ലം ആയിരിക്കും. കോസ് ആക്ടിവിറ്റി ഓൺ HDD ആൻഡ് FDD റാൻഡംലി, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഫ്രണ്ട് പാനലിനകത്ത് ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ, പവർ ഓൺ ലൈറ്റ് ഉണ്ട്, ഒരു HDD ലൈറ്റ് ഉണ്ടാവും. അതായത് കമ്പ്യൂട്ടർ ഓണായി എന്ന് അറിയിക്കാൻ ഒരു ലൈറ്റ് ഉണ്ടാവും, ഒരു പച്ച ലൈറ്റ്, ചുവന്ന ലൈറ്റ്, അങ്ങനെ. അതുപോലെ ഹാർഡ് ഡിസ്കിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന് അറിയാൻ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും.
അതായത് ഹാർഡ് ഡിസ്കിനകത്ത് നമ്മൾ എന്തെങ്കിലും ഫയൽ കോപ്പിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഹാർഡ് ഡിസ്കിൻ്റെ ലൈറ്റ് എന്നല്ല, ഹാർഡ് ഡിസ്കിൻ്റെ ആക്ടിവിറ്റി സൂചിപ്പിക്കാൻ കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റിൻ്റെ മുകളിൽ HDD എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഉണ്ടാവും. അത് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിനകത്ത് എന്തോ ഫയൽ കോപ്പി ആവുന്നുണ്ട് അല്ലെങ്കിൽ റീഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്തും ഈ HDDയുടെ ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വൈറസിൻ്റെ പ്രോബ്ലം ആവാം. ഇൻക്രീസ് ദ ഫയൽ സൈസ്. നമ്മൾ ഓൾറെഡി ഒരു ഫയലുണ്ട്, അതിനകത്ത് കുറച്ച് ഡാറ്റ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫയലിൻ്റെ ഡാറ്റ കൂടി വരിക. അപ്പോൾ അതിൻ്റെ കാരണം വൈറസ് അതിനകത്ത് ഹിഡൻ ഫയൽസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫയലിൻ്റെ സൈസ് കൂടുക. ചേഞ്ച് ഫയൽ ആട്രിബ്യൂട്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ് ഡ്രൈവിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ ഹിഡൻ ആക്കി വെക്കാം. ഇത് ചില കേസിൽ ഡെസ്ക്ടോപ്പിനകത്തുള്ള ഫയലിന് മാത്രം ഹിഡൻ ആക്കുന്ന കേസും വരുന്നുണ്ട്. ഓക്കെ, ഡെസ്ക്ടോപ്പിനകത്തുള്ള എല്ലാ ഫയലും ഹൈഡ് ചെയ്ത് കളയും, അങ്ങനെയുള്ള കേസും വരും. ഇൻക്രീസ് ഓർ ഡിക്രീസ് മെമ്മറി സൈസ്. എക്സ്റ്റെൻഡ് ബൂട്ട് ടൈം. നമ്മൾ ബൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എടുക്കുക. ഇറേസ് ഓർ കംപ്ലീറ്റ്ലി വൈപ്പ് എ ഡ്രൈവ്. ഫ്ലാഷ് ഡ്രൈവോ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ ഒരു ഡ്രൈവ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിസ്പ്ലേ പിക്ചേഴ്സ് റാൻഡംലി. എന്തെങ്കിലും പിക്ചറുകൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് എന്തെങ്കിലും ഒരു പിക്ചർ ഇങ്ങനെ വരിക. അത് ചിലപ്പോൾ നല്ല പിക്ചറൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും മെസ്സേജുകൾ ഇങ്ങനെ വരിക. അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് മിക്കവാറും വൈറസിൻ്റെ പ്രോബ്ലം ആയിരിക്കും. പിന്നെ അൺയൂഷ്വൽ ഓർ അൺഡോക്യുമെൻറ്റഡ് എറർ മെസ്സേജ്. അത് നേരത്തെ പറഞ്ഞ തന്നെ എന്തെങ്കിലും സിസ്റ്റം എറർന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ സെർച്ച് ചെയ്താൽ ഒരു സൊല്യൂഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ, അൺഡോക്യുമെൻറ്റഡ് എറർ മെസ്സേജ് അല്ലെങ്കിൽ സിസ്റ്റം ഫെയിലിയർ എന്തെങ്കിലും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇനി പഠിക്കണമെന്ന് UTM, യൂണിഫൈഡ് ട്രീറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ യൂണിഫൈഡ് ട്രീറ്റ് മാനേജ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് an information security infosec system that provides a single point of protection against treat. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഓക്കെ, ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് എന്താണ് ആൻറ്റിവൈറസിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ സ്പൈവെയർ, മാൽവെയർ, പിന്നെ നെറ്റ്വർക്ക് അറ്റാക്ക്. ഒരു നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ടെങ്കിൽ അതും ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് കമ്പൈൻ സെക്യൂരിറ്റി പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് കംപ്ലയൻസ് കേപ്പബിലിറ്റീസ് ഇൻടു എ സിംഗിൾ ഇൻസ്റ്റാളേഷൻ. ഈ എല്ലാ കാര്യങ്ങളും ഒരു സിംഗിൾ ഇൻസ്റ്റാളേഷനിൽ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറും സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരേ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എല്ലാ കമ്പ്യൂട്ടറും സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ നോർമലായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ ഓരോ ആൻറ്റിവൈറസ് ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എല്ലാ കമ്പ്യൂട്ടറിലും പോയിട്ട് വേണം സ്കാൻ ചെയ്യാൻ. പക്ഷേ ഈ ഒരു UTM എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ അത് സെർവറിലാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് വെച്ചിട്ട് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറും സ്കാൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും പോസിബിളാണ്. അൺലൈക്ക് ആൻറ്റിവൈറസ് ടൂൾ, UTM സിസ്റ്റം does not just protect several personal computer and servers. It protect an entire network and individual users by scanning all network traffic and content blocking intrusions. അപ്പോൾ വൈറസുകളെ, ഹാക്കറുകളെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയറിന് പോസിബിളാണ്. വലിയ ബിസിനസ്സുകളിലൊക്കെ എന്താണ്, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ബിസിനസ്സുകളൊക്കെ എന്താണ് ഈ UTM ഉപയോഗിച്ചിട്ടാണ് ഈ നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഫൈൻഡിങ് ഈസിയർ ടു ഹാൻഡിൽ ദെയർ ഇൻഫോ സെക്യൂരിറ്റി വിത്ത് സിംഗിൾ സിസ്റ്റം റാദർ ദാൻ ഹാവിങ് സെവറൽ സ്മോൾ വൺസ്. ഇപ്പോൾ വലിയ എല്ലാ കമ്പ്യൂട്ടറും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, ഓരോ കമ്പ്യൂട്ടറിനും സെപ്പറേറ്റ് ആൻറ്റിവൈറസും ചെറിയ ചെറിയ സെക്യൂരിറ്റി കാര്യങ്ങളും വേണ്ടി വരും. പിന്നെ UTMൽ കമ്പൈൻ മൾട്ടിപ്പിൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? മാൽവെയർ, ഫിഷിംഗ് ആൻഡ് സോഷ്യൽ എൻജിനീയറിങ്, വൈറസ് പ്രൊട്ടക്ഷൻ, വേംസ് പ്രൊട്ടക്ഷൻ, ട്രോജൻ പ്രൊട്ടക്ഷൻ, ഹാക്കറിൻ്റെ പ്രൊട്ടക്ഷൻ, ഡിനയൽ ഓഫ് സർവീസ്, അതും ഒരു എററാണ്, നെറ്റ്വർക്ക് എററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UTM പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്,
അത് വായിച്ചു നോക്കുക. ആൻറ്റി സ്പാം സർവീസ് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ആൻറ്റി സ്പാം സർവീസ് ഫിൽട്ടർ ഡിസൈൻഡ് ടു ബ്ലോക്ക് ഓർ ടാഗ് ഇൻകമിങ് ഇമെയിൽസ്. ഓക്കെ, ഈ സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇമെയിലിനകത്ത് നമുക്ക് വേണ്ടാത്ത കുറേ മെയിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്പാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പാമിംഗ് ഇമെയിലൊക്കെ സ്കാൻ ചെയ്തിട്ട് അത് ഒഴിവാക്കാൻ ഈ UTM ഇൻസ്റ്റാൾ ചെയ്താൽ പോസിബിളാണ്. പിന്നെ URL ഫിൽറ്ററിങ്. അപ്പോൾ ആൻറ്റിവൈറസ്, അതായത് വൈറസ് ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനകത്തോട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യാനും ഈ UTM ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പോസിബിളാണ്. പിന്നെ ഫയർവാളായിട്ട് വർക്ക് ചെയ്യും. ഫയർവാൾ അതിനകത്ത് ബിൽറ്റിൻ ആണ്. ഓക്കെ, ഫയർവാൾ എന്താണെന്നല്ല നമ്മൾ പറഞ്ഞാണല്ലേ, ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റി ആണ് ഫയർവാള്. എന്താണ്, അതിനകത്തോട്ട് നെറ്റ്വർക്കിനകത്തോട്ട് വരുന്ന എല്ലാ ഇൻകമിങ് ഔട്ട് ഗോയിങ് ട്രാഫിക്കിനെയും മോണിറ്റർ ചെയ്യും. അതിനാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആണ് ഈ UTM-ൽ. പിന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, അതായത് ഒരു ഹാക്കർ വരുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ IDS എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റവും ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റവും. അത് രണ്ടും എന്താണ്, ഒന്ന് ഈ ഹാക്കർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും ഒന്ന് ഹാക്കർ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ VPN എന്ന് പറഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ ഒരു വെബ്സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിട്ട് ആ വെബ്സൈറ്റിലേക്ക് പോകാതെ ഒരു വിർച്വൽ നെറ്റ്വർക്ക് വഴിയാണ് അതിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കും. The role of VPN is to create a secure connection between two computers over a public network. This enables file sharing securely between co-workers, accessing data remotely or using any number of other services without fear that an outside party will intercept the data. അപ്പോൾ നമ്മൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, ആ കമ്പ്യൂട്ടറിലെ ഡാറ്റ നമുക്ക് ഒരു ഭയം കൂടാതെ, അതായത് ഒരു ഹാക്കറോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി കണ്ടന്റ് വന്ന് നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യുമെന്നുള്ള ഒരു ഭയം കൂടാതെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ സിസ്റ്റമാണ് ഈ VPN പ്രൊവൈഡ് ചെയ്യുന്നത്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. പിന്നെ കണ്ടന്റ് ഫിൽറ്ററിങ്, അതും എന്താണ്, നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ്, അൺവാണ്ടഡ് കണ്ടൻസ് ഒക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഒഴിവാക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന TCP/IP യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. പിന്നെ MAC അഡ്രസ്സ് വെച്ചിട്ട് ഏതൊക്കെ കമ്പ്യൂട്ടറിലേക്കാണ് ഡാറ്റ പോകേണ്ടത്, ഏതൊക്കെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഡാറ്റ വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. വെബ് കണ്ടന്റ് ഫിൽറ്ററിങ് ഈസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിങ് വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ പാസ് ഇൻ ടു അവർ നെറ്റ്വർക്ക്. ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റയാണ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് വരേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്ന സിസ്റ്റമാണ് കണ്ടന്റ് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ UTM എന്ന് പറഞ്ഞ യൂണിഫൈഡ് ട്രീറ്റ് മാനേജ്മെൻറ്റ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വളരെ എല്ലാ നെറ്റ്വർക്കിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞു.